കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്തു നിന്ന് മിനി കാപ്പനെ മാറ്റി. മിനി കാപ്പനെ അംഗീകരിക്കില്ലെന്ന് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുത്തിരുന്നു. യോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കുകയായിരുന്നു. കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്ക് ചാർജ് നൽകും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ഉമേഷ്, ഈ ചുമതല മിനി കാപ്പന് ഏൽപ്പിച്ചപ്പോൾ തുടങ്ങി അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. വലിയ പ്രതിഷേധമായിരുന്നു. ഇടതംഗങ്ങളുടെ തുടർച്ചയായ ആവശ്യം, പ്രതിഷേധം, അത് അക്കാര്യത്തിൽ ഒരു സമവായമാവുകയായിരുന്നു ഇന്ന് സിൻഡിക്കേറ്റിൽ. ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഭൂരിപക്ഷ അംഗങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സർക്കാർ പ്രതിനിധികളുമാണ്. സ്വാഭാവികമായി യോഗം തുടങ്ങുമ്പോൾ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറുടെ സീറ്റിലിരിക്കുന്ന മിനി കാപ്പൻ ആരാണ് ഈ യോഗത്തിൽ ഇരിക്കാൻ എന്നുള്ള ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ VC ഇത് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് നിയമിച്ച രജിസ്ട്രാർ ഇൻ ചാർജ് ആണെന്ന് പറഞ്ഞു. എന്നാൽ രജിസ്ട്രാർ ഇൻ ചാർജിനെ നിയമിക്കാനുള്ള അവകാശം VCക്കില്ലെന്നും അതിന്റെ പൂർണ്ണ അധികാരം സിൻഡിക്കേറ്റിനാണെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ നിയമനം അംഗീകരിക്കാനാകില്ല എന്ന നിലപാടെടുത്തു. പിന്നാലെ പുതുതായി കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ രശ്മിയെ രജിസ്ട്രാർ ഇൻ ചാർജായി നിയമിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. ഭൂരിപക്ഷ അഭിപ്രായം സ്വാഭാവികമായി ഭൂരിപക്ഷ അംഗങ്ങൾ രജിസ്ട്രാർ ഇൻ ചാർജ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായി ആ തീരുമാനം യോഗത്തിൽ അംഗീകരിക്കാനുണ്ടായത്. എന്തായാലും ഇന്നത്തെ യോഗം പൂർത്തിയാകുന്നതുവരെ മിനി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതലയിൽ തുടരും. യോഗം പൂർത്തിയായി ഈ യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തിറങ്ങി ഉത്തരവ് പുറത്തിറങ്ങുന്നതോടുകൂടി മിനി കാപ്പന് പുറത്തു പോകേണ്ടി വരും. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം ഒടുവിൽ VC അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും കേരള സർവകലാശാലയുടെ ഭരണ പ്രതിസന്ധിക്ക് കൂടിയാണ് ഇതോടുകൂടി അവസാനമാകുന്നത്. അതേസമയം KS അനിൽകുമാറിന്റെ വിഷയം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം പരിഗണിച്ചില്ല. കാരണം KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തീരുമാനമാകാനുണ്ട്. ആ തീരുമാനമായ ശേഷം മാത്രം ഈ വിഷയം പരിഗണിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് സിൻഡിക്കേറ്റ് യോഗം എടുത്തത്. സ്മിത. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ രശ്മിക്ക് ചാർജ് നൽകിയാണ് പുതിയ തീരുമാനമായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.